ഹായ് ഹലോ. ഇന്ന് കോരിച്ചൊഴിയുന്ന മഴയത്ത് നമ്മളൊരു പറങ്ങിയാണ്ടിക്കറി വെക്കാൻ പോവുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നേരത്തെയൊക്കെ പറങ്ങാവു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പം നമ്മൾ സ്വന്തക്കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അണ്ടി കീറിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മ അത് ശരിയാക്കിക്കോളും. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തലേന്നേ ഇത് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്നാണിത് കറി വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് കറി റെഡിയാക്കാം. കശുവണ്ടി കീറിയത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലിടണം, അപ്പോഴും പെട്ടെന്ന് അതിൻ്റെ തൊലി ഇളകി കിട്ടും. അതിനുശേഷം നമ്മൾ തേങ്ങയും മുളകും പെരുംജീരകവും മല്ലിയും ഒക്കെ സാധാരണ തീയലിന് ചെയ്യുന്നത് പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്, അപ്പോഴേ ടേസ്റ്റ് വരത്തുള്ളൂ. ചെറിയ ഉള്ളിയും പച്ചമുളകും ഒരു തക്കാളി ഇതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം അരപ്പിടുക. ഇനി നമ്മൾ തേങ്ങ, പെരുംജീരകം, ഉലുവ, ഒരു 2-3 ഉലുവ ഇത് ഇത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എത്രത്തോളം അളവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ അരപ്പ് കൂട്ടിക്കോളൂ. ഇത് നമ്മൾ പെരുംജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. വറുത്ത് മാറ്റി അരച്ച് വെക്കുക. അതിനുശേഷം കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാടിട്ട് ഇളക്കി പോകരുത്, കശുവണ്ടിപ്പരിപ്പ് പൊടിഞ്ഞു പോവും. ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് ചേർക്കരുത്, ഒരു ശകലം പുളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റി വരുമ്പം ഇറക്കി വെച്ച് കഴിക്കാവുന്നതാണ്. ഈ മഴയത്തൊക്കെ കഴിക്കാൻ തക്കിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കശുമാവിൻ്റെ പരിപ്പിട്ട് കറി വെക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ ഈ കറിയാണ് നമ്മൾ ഇരിക്കുന്നതൊക്കെ. ഇപ്പം ആൾക്കാർക്കൊക്കെ ജോലി ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണങ്ങിയ കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കറി വെക്കും. പക്ഷേ ഈ ഒരു കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കറി വെക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഒരിക്കലും കിട്ടാറില്ല. നമ്മൾ അല്പം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോയിട്ട് ആ കറിയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പണ്ടൊക്കെ തേങ്ങയ്ക്കൊക്കെ ക്ഷാമമുള്ള സമയത്ത്, എൻ്റെ മുത്തശ്ശിയൊക്കെ ഉള്ള സമയം, ചക്കയൊക്കെ അവിക്കുമ്പോഴത്തേക്ക് അരപ്പിൻ്റെ കൂടെ ഈ കശുവണ്ടിയുടെ പിളർപ്പ് ഇട്ട് ചതച്ചെടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ആ ഒരു കശുവണ്ടിപ്പരിപ്പ് വെച്ചിട്ട് നമ്മൾ ചക്കയ്ക്ക് ചതച്ചെടുക്കുന്നതൊക്കെ. അതൊക്കെ ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ കശുവണ്ടി തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചെറിയ ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ.